കലാ കുവൈറ്റ് സംഘടനാ അംഗമായിരിക്കെ മരണമടഞ്ഞ രാമൻ പിള്ളയുടെ മരണാനന്തര ക്ഷേമനിധി കുടുംബത്തിന് നൽകി. CPM നേതാവ് അഡ്വക്കേറ്റ് PV സന്തോഷ് തുക രാമൻ പിള്ളയുടെ മകൾ G അഖിലയ്ക്ക് നൽകി. കലാ കുവൈറ്റ് സംഘടനയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ രാമൻ പിള്ളയുടെ മരണാനന്തര ക്ഷേമനിധി കുടുംബത്തിന് നൽകി. മാവേലിക്കര കണ്ടിയൂർ പനക്കൽ കുടുംബത്തിൽ നടന്ന ചടങ്ങിൽ CPM നേതാവ് അഡ്വക്കേറ്റ് PV സന്തോഷ് തുക രാമൻ പിള്ളയുടെ മകൾ G അഖിലയ്ക്ക് കൈമാറി. പ്രവാസികൾക്ക് തുണയായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ കലയെ സംബന്ധിച്ച് നമുക്ക് എല്ലാം ഏറെ പരിചിതമാണ്. തികച്ചും ന്യായമായ നിലയിലും പ്രവാസികളുടെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അവരുടെ നേട്ടത്തിലും കോട്ടത്തിലുമെല്ലാം സഹായമായി നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരും അഖിലയുടെ പിതാവും മാതാവും വേർപെട്ട ഒരു സാഹചര്യത്തിൽ ഒരു വലിയ തുകയൊന്നും സംഘടനയ്ക്ക് നൽകാൻ സാധിക്കത്തില്ല എങ്കിലും അതിനു വേണ്ടിയിട്ടൊരു പ്രവർത്തനം നടത്തി വരുന്നു. ഇതുപോലെ ഒട്ടേറെ ആളുകളെ സഹായിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് തീർത്തും പൊതുരംഗത്ത് ഏറെ ആശ്വാസകരമാണ്. അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തികളെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമാണ്. ഈ വീടുമായിട്ട് ഒരുപക്ഷെ എനിക്ക് വളരെയേറെ കാലത്തെ ബന്ധമുള്ളൊരു പ്രദേശമാണ്. എൻ്റെ പ്രദേശം കൂടി ആയിരുന്നു. 1978 രൂപീകൃത ഒരു സംഘടനയാണ് കുവൈറ്റിൽ. അപ്പോൾ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എൻ്റെ സ്വന്തം യൂണിറ്റ് ആദ്യ യൂണിറ്റിൽ നിന്നുള്ള ഒരു ആളായിട്ടായിരുന്നു രാമപിള്ള ചേട്ടനായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ യൂണിറ്റിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം, അങ്ങനെ നേരിട്ട് എല്ലാവരും ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ ഇതിന് ശേഷം 1-2 പ്രാവശ്യം അമ്മയുടെ ഫോണിലെല്ലാം വിളിച്ചിരുന്നു, പക്ഷേ സമയത്ത് പ്രാവശ്യം എടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായി പോയത്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ജീവിതത്തിൽ നമ്മൾ അവിടെ മരണപ്പെടുക എന്നൊക്കെ പറഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അഖിലയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടന അവരെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നുള്ളതെങ്കിലും ആ സംഘടന അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പൊതുവിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു ലൈനിലാണ് ഈ കലയാണെന്നുണ്ടെങ്കിലും കേരള പ്രവാസി സംഘമാണെന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും പ്രവർത്തന മേഖല ഞങ്ങളുടെ എല്ലാം നയിക്കുന്നത് പൊതുവിപ്ലവ പ്രസ്ഥാനമാണ്. അത്തരം പൊതുവിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സംഘടനയിൽ അതിൽ പ്രവർത്തിക്കുന്നവരെ ഈ രീതിയിൽ ഏറ്റെടുക്കുക എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. നേരത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ കല എന്ന് പറയുന്നത് 78 രൂപീകൃതമായ ഇപ്പം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാണ് കല കുവൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 15,000-ഓളം മെമ്പേഴ്സുള്ള ഒരു സംഘടനയാണ്. ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ എന്താ പറയുക അവരുടെ വെൽഫെയറിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു മരണാനന്തര ക്ഷേമനിധി നമ്മളിവിടെ കൊടുക്കുന്നത്. രാമൻ പിള്ളയുടെ മരണശേഷം ഭാര്യ ഗീതയും മരണമടഞ്ഞിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ക്ഷേമനിധി തുകയായ 3 ലക്ഷം രൂപ മകൾ അഖിലയ്ക്ക് കൈമാറിയത്. ചടങ്ങിനെത്തിയവർക്ക് കലാ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് പ്രതിനിധി സാം പൈനുമൂട് സ്വാഗതം പറഞ്ഞു. കലാ ട്രഷറർ സുരേഷ് PB നന്ദി പറഞ്ഞു. സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം നേതാക്കളായ ഹാഷിം അരിപ്പുറം, ശ്രീകുമാർ, അനൂപ് പോൾ, തോമസ് സാമുവൽ, മാജിദ് ഖാൻ, അഡ്വക്കേറ്റ് ശ്രീനാഥ്, ഗോപി കൃഷ്ണൻ, K രാജേന്ദ്രൻ, പ്രഭാകരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ് മാവേലിക്കര.